കഥയുടെ തുടക്കത്തിൽ ഒരു സുന്ദരിയായ കുഞ്ഞി ആമിയാണ് കാണിക്കുന്നത്. അവളുടെ കയ്യിൽ ഒരു കുഞ്ഞ് ലോക്കറ്റുമുണ്ട്. ആ ലോക്കറ്റിനുള്ളിലാണെങ്കിൽ അവളുടെ അമ്മയുടെയും അവളുടെ ഫോട്ടോ. വഴിയിൽ എന്തെങ്കിലും കഴിക്കാൻ വേണ്ടി തിരയുകയാണ്. പക്ഷേ അവിടെ എന്തോ കിടക്കുന്നത് അവൾ കാണുകയും അത് എന്താണെന്നറിയാനായി എടുത്തതും അവിടേക്ക് 2 വികൃതി കുട്ടികൾ വരുന്നു. അവളെ ഭീഷണിപ്പെടുത്താനായി തുടങ്ങി. നിന്റെ അമ്മ മരിച്ചു, നിന്റെ അച്ഛനും നിന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കി, നീ ഒരു ദുഷ്ടയായ വ്യക്തിയായിരിക്കും, അതുകൊണ്ടാണ് ആരും നിന്നെ സ്വീകരിക്കാൻ ആഗ്രഹിക്കാത്തത്. എന്നാൽ അവൾ ഒരു നല്ല കുട്ടിയാണ്. പക്ഷേ ഈ കുട്ടികൾ അവളെ നിരന്തരം ശല്യപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. അതേസമയം ഇവിടെ അങ്കിൾ സാനെയാണ് കാണിക്കുന്നത്. സാബയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നു. എന്തിനാണെന്ന് വെച്ചാൽ സാബയ്ക്ക് എല്ലാ മാസവും ചെറിയ വയറുവേദന വരും. എത്ര മരുന്ന് കഴിച്ചാലും ചികിത്സ ചെയ്താലും കാര്യമില്ല, വേദന സ്ഥിരമാണ്. പോകും വഴിയിൽ തന്നെ ആ കുട്ടികൾ ആമിയെ ഉപദ്രവിക്കുന്നതിനാൽ ആമിയുടെ ശബ്ദം കേൾക്കുന്നു. അതിനാൽ സാന് വണ്ടി നിർത്തി ആ പിള്ളേരെ അവിടുന്ന് ഓടിക്കുകയാണ്. ശേഷം സാന് ആമിയോട് പേരും വീട്ടുവിലാസം ചോദിച്ചു കൊണ്ടിരുന്നു. എന്നാൽ ആമിക്ക് അവളുടെ വീടിനെ കുറിച്ചൊന്നും അറിയില്ല. പാവം ടാബോ അവളുടെ കയ്യിലുള്ള ഫുഡ് കണ്ട് അങ്കിളിനോട് വീട്ടിൽ ധാരാളം ഭക്ഷണമുള്ളതല്ലേ, അതിന് കുറച്ച് ഭക്ഷണം നമുക്ക് ലിറ്റിൽ സിസ്റ്ററിന് കൊടുക്കാം, കാരണം ഇതേപോലുള്ള വൃത്തികെട്ട ഭക്ഷണം കഴിക്കുന്നത് നല്ല കാര്യമല്ല. സോ അവർ ആമയെ വീട്ടിലേക്ക് കൊണ്ടുപോകാനായി തീരുമാനിക്കുന്നു. എന്നാൽ ആ സമയത്ത് ടാബോ ആമയുടെ കൈ പിടിച്ചതും അവൻ്റെ വയറുവേദന പമ്പ കടന്നു. എന്നാൽ സാനോട് പറയുമ്പോൾ ടാബോ കള്ളം പറയുന്നതാണ്. കാരണം അവൻ ജങ്ക് ഫുഡ് കഴിക്കാൻ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ പറയുന്നതെന്ന് കരുതി. അതിനാൽ സാന് ടാബോയെ കൂട്ടി പരിശോധനയ്ക്കായി ആശുപത്രി പോയി. പരിശോധന നടത്തി റിപ്പോർട്ട് കിട്ടുമ്പോഴാണ് ഞെട്ടുന്നത്. ഇത്രയും നേരമുണ്ടായ ടാബോയുടെ വയറുവേദന സുഖം പ്രാപിച്ചെന്നും ഇപ്പോൾ പൂർണ്ണമായ ആരോഗ്യവനാണ്. അതിനാൽ ഭാവിയിലും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ലെന്ന് ഡോക്ടർ സാനോട് പറയുന്നു. അത് കേട്ട സാന് ഒട്ടും തന്നെ വിശ്വസിക്കാനേ കഴിഞ്ഞില്ല. കാരണം ആമി ടാബോയെ തൊട്ടുടനെയായിരുന്നു അവൻ്റെ എല്ലാ വേദന മാറിയത്. ഒരു പക്ഷേ ആമി തന്നെ സുഖപ്പെടുത്തിയായിരിക്കുമോ? പക്ഷേ ഒരു കൊച്ചുകുട്ടിക്ക് എങ്ങനെ ഇങ്ങനെ ചെയ്യാൻ കഴിയും? നമ്മൾ 21-ാം നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നത്, ഇതെല്ലാം സംഭവിക്കുമോ എന്നൊക്കെയാണ് സാൻ്റെ ചിന്തപ്പാട്. ശേഷം സാൻ്റെ വീടാണ് കാണിക്കുന്നത്. മുത്തശ്ശിക്കാണെങ്കിൽ മുത്തശ്ശിയുടെ 2 ആൺമക്കളെ ചീത്ത പറയുന്നു. ഒരു പെൺകുഞ്ഞു പോലും ജനിച്ചിട്ടില്ല, ജനിക്കുന്നതൊക്കെ ആൺകുട്ടികളാണ് എന്ന് പറഞ്ഞ് 2 മക്കളെ ചീത്ത പറയുമ്പോൾ സാൻ കറക്റ്റ് ടൈമിൽ ആമിയെ കൂട്ടി വീട്ടിലേക്ക് വരുന്നു. മുത്തശ്ശി ആമിയെ കണ്ട ഉടനെ അവിടെ അടുത്തേക്ക് വന്ന് ആമിയോട് അവളുടെ മാതാപിതാക്കളെ കുറിച്ച് ചോദിക്കുന്നു. പാവം ആമി ഭയങ്കരമായി വിഷമമായിരിക്കും. അവളുടെ അമ്മ അസുഖം മൂലം മരിച്ചെന്നും അവളുടെ അച്ഛൻ അവൾക്കും അമ്മയ്ക്കും ധാരാളം ഉപദ്രവിയായിരുന്നെന്നും ഞങ്ങളെ ഉപേക്ഷിച്ചതായിരുന്നെന്ന് പറയുമ്പോൾ അത് കേൾക്കുന്ന മുത്തശ്ശിക്ക് ഒരുപാട് വിഷമമാവുകയും ഇളയ സഹോദരൻ ഹാനും ടാബോയും ലിറ്റിൽ സിസ്റ്ററിനൊന്നും പേടിക്കേണ്ട, ഞങ്ങൾ എന്നും നിന്റെ കൂടെ ഉണ്ടാകുമെന്ന് പറയുന്നു. സാൻ ആമിയുടെ അച്ഛൻ്റെ പേര് ചോദിക്കുമ്പോഴാണ് അറിയുന്നത് ഫൂച്ചിയൻ പുള്ളി ഇപ്പോൾ അറിയപ്പെടുന്ന കമ്പനിയുടെ CEO ആണ്. എന്നാൽ അയാൾ സ്വന്തം മകളോട് ഇങ്ങനെ പെരുമാറുമെന്ന് ഇവർക്ക് ഒട്ടും ഉൾക്കൊള്ളാനേ കഴിയുന്നില്ല. ശേഷം സാന് ആമിയോട് ഇനി മുതൽ നീ ഈ കുടുംബത്തിലെ ഒരു അംഗം കൂടിയാണ്, ഈ മുത്തശ്ശിയുടെ ഗ്രാൻഡ് ഡോക്ടറാണ് നീ എന്ന് കേൾക്കുമ്പോൾ അവൾക്കും ഒരുപാട് ഹാപ്പി ആവുന്നു. അതിനുശേഷം കുടുംബം മുഴുവൻ ഒരുമിച്ച് ഭക്ഷണം കഴിക്കാനായി തുടങ്ങുന്നു. അപ്പോൾ മുത്തശ്ശി ആമിയെ മടിയിലിരുത്തി അവൾക്ക് ഭക്ഷണം കൊടുക്കുകയായിരിക്കും. അത് കാണുമ്പോൾ മുത്തശ്ശി ഇന്നേ വരെ ഒരിക്കലും ഞങ്ങൾക്കിങ്ങനെ ഭക്ഷണം തന്നിട്ടില്ല എന്ന് പറയുന്നു. അതിന് മുത്തശ്ശി, ഞാൻ നിങ്ങളെ 2 പേരെയും കൊണ്ടുപോയി ഇങ്ങനെയാണ് ഭക്ഷണം കൊടുക്കാറ്, പക്ഷേ ഇപ്പോൾ നിങ്ങൾ വളർന്നു, സ്വന്തം കൈകളാൽ കഴിക്കാറായി, ഇനി മുതൽ ആമിയാണ് എൻ്റെ പ്രിയപ്പെട്ട കൊച്ചുമകൾ എന്ന് സാനോട് ഇനി മുതൽ നീ ആമിയുടെ എല്ലാ ഉത്തരവാദിത്തങ്ങളും ഏറ്റെടുക്കണമെന്ന് പ്രതീക്ഷിക്കുന്നു. ഒരു അച്ഛനെന്ന നിലയിൽ എൻ്റെ എല്ലാ കടമകളും ഞാൻ നിറവേറ്റുമെന്ന് സാനും പറയുന്നു. ഇവിടുത്തെ മറ്റ് അമ്മാവന്മാർ ഇതേ തന്നെയാണ് പറയുന്നത്. അതേസമയം ടാബോയുടെ വയറിന് എന്ത് സംഭവിച്ചു ചോദിക്കുമ്പോൾ ആമിയെ കണ്ടുമുട്ടിയതും അവനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയപ്പോൾ റിപ്പോർട്ടുകൾ തികച്ചും സാധാരണമായിരുന്നു. അവന് സുഖമായിരിക്കുന്നെന്ന് ഡോക്ടർ പറയുകയായിരുന്നു. ഭാവിയിൽ ഒരു പ്രശ്നം അവന് ഒരിക്കലും നേരിടേണ്ടി വരില്ല. ഇത് കേട്ടപ്പോൾ ഹാനും ലോ ഞെട്ടിപ്പോയി. ആമി ഈ കുടുംബത്തിലെ ഒരു ഭാഗ്യമാണ് എന്നാണ് അവരെല്ലാവരും കരുതിയിരിക്കുന്നത്. അതേസമയം അവിടെ ചെടിയിൽ ഒളിച്ചിരുന്ന ഒരു ആത്മാവ് ആമിയോട് സംസാരിച്ചു കൊണ്ടിരുന്നു. മകൻ്റെ അസുഖം പൂർണ്ണമായി മാറിയെന്നും എന്നാൽ മകൻ്റെ അച്ഛന് ഒരുപാട് കഷ്ടപ്പാടുകളിലൂടെ കടന്നു പോകേണ്ടിയെന്നും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകാൻ പോവുകയാണെന്ന് ആത്മാവ് ആമിയോട് പറയുന്നു. എന്നാൽ ആമിക്ക് ഒന്നും മനസ്സിലാകുന്നില്ല.
അതിനാൽ അവൾ ആത്മാവിന്റെ അടുത്തേക്ക് പോയി. ചുമ ദിനം പ്രതി വർദ്ധിച്ചു വരികയാണ്. അത് വിധിയുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നമുണ്ടാകും. ഇത് കേട്ടപ്പോൾ ആമി സാന്റെ ചേട്ടന്റെ അടുത്തേക്ക് പോയി. ചുമ വളരെയധികം വർദ്ധിക്കുന്നുണ്ടോ എന്നവൾ അങ്കിളിനോട് ചോദിക്കുമ്പോൾ വിഷമിക്കേണ്ട കാര്യമില്ല എന്നായിരിക്കും അങ്കിൾ പറയുക. എന്നിരുന്നാലും അവൾ അങ്കിളിനോട് ഡെയിലി ചെക്കപ്പ് ചെയ്യണം. കാരണം നിങ്ങൾക്ക് ചില മുതിർന്നവരുടെ പ്രശ്നങ്ങൾ ഉണ്ടാകാം. ഇത് കേട്ട് അങ്കിൾ ചിരിച്ചു കഴിഞ്ഞ് ആഴ്ചയിൽ എൻ്റെ പരിശോധന നടത്തി. എല്ലാ റിപ്പോർട്ടുകളും കുഴപ്പമില്ല. പിന്നെ നീ എന്തിനാണ് വിഷമിക്കണം? അതിനിടയിൽ അങ്കിളിന് പേഴ്സണൽ ഡോക്ടറിന് ഒരു കോൾ വരുന്നു. അങ്കിളിൻ്റെ ചെക്കപ്പ് റിപ്പോർട്ട് വന്നിട്ടുണ്ട്. അതിൽ വിറ്റാമിൻ കുറവുണ്ട്. ഇതുമൂലം ഭാവിയിൽ നിങ്ങൾക്ക് അണുബാധ രോഗം പിടിപെടാം. അപ്പോഴാണ് ആമി പറഞ്ഞത് സത്യമാണെന്ന് അങ്കിൾ മനസ്സിലാക്കുന്നത്. ഉടനെ അങ്കിൾ മുത്തശ്ശിയോട് ഇതേക്കുറിച്ച് പറയുകയും ഇതെല്ലാം നിങ്ങൾക്കെങ്ങനെ അറിയാമെന്ന് അവൾ അത്ഭുതപ്പെട്ടു. അപ്പോൾ ലീഫ് എന്നോട് പറഞ്ഞതായി ആമി പറയുമ്പോൾ കേൾക്കുന്നവർക്ക് അത് ചിരിയാണ്. കാരണം ഒരു ചെടിയുടെ ഇലയ്ക്ക് എങ്ങനെ സംസാരിക്കാൻ കഴിയും എന്നാണ്. ആമിയെ കളിയാക്കുന്നത് കണ്ട മുത്തശ്ശി ചില കാര്യങ്ങൾ കാണാനും കേൾക്കാനും കഴിയും. കാരണം കുട്ടികൾ മാലാഖമാരാണ്. എൻ്റെ ആമി ഒരു ഭാഗ്യചിഹ്നമാണ്. അപ്പോൾ അങ്കിൾ ആമിയോട് നാളെ രാവിലെ തന്നെ ഞാൻ എല്ലാ ചെക്കപ്പും ചെയ്യാമെന്ന് പറയുന്നു. ശേഷം രാത്രിയാകുമ്പോൾ സാൻ ആമിക്ക് കിടക്കാനായിട്ട് അവൾക്കുള്ള റൂമാണെങ്കിൽ അതിമനോഹരമായിട്ടായിരിക്കും അലങ്കരിച്ച് വെച്ചിരിക്കുന്നത്. അതൊക്കെ കാണുമ്പോൾ അവളുടെ ഇപ്പോഴത്തെ ഗാർഡിയനായ സാനോട് നന്ദി പറയുന്നു. പ്രിൻസസ് സ്റ്റൈലും ബെഡ്ഷീറ്റുകളും അതുപോലെ ടോയ്സും എല്ലാം വാങ്ങിച്ചു വെച്ചിരിക്കുന്നു. എന്തെങ്കിലും വേണമെങ്കിൽ മടിക്കാതെ പറയണമെന്ന് സാൻ എടുത്തു പറയുന്നു. എന്നാൽ അവളുടെ മനസ്സിൽ എല്ലാം വളരെ നല്ലതാണ്. പക്ഷെ എൻ്റെ വസ്ത്രങ്ങൾ വൃത്തികേടാണ്. ഞാൻ ഈ കട്ടിലിരുന്നാൽ പിന്നെ ഈ കിടക്ക മുഴുവൻ കേടാകും എന്നാണ്. ശേഷം സാൻ ഒരു സ്റ്റാഫിനെ നിയമിക്കുന്നു. അതും ആമിയുടെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കാനായിട്ട്. ഇത്രയും പറഞ്ഞ ശേഷം അവൻ അവിടുന്ന് പോയി. എന്നാൽ സാൻ പോയതിന് പിന്നാലെ അയാൾ ആമിയോട് വളരെ മോശമായിട്ടായിരിക്കും പെരുമാറുക. ഇവിടെ ഒന്നും നിൻ്റേതല്ല, നിന്നെ വഴിയിൽ നിന്ന് പിടിച്ചുകൊണ്ട് വന്നതാണെന്ന് പറഞ്ഞ് അവളെ ചീത്ത പറയുമ്പോൾ അവൾക്കാകെ വിഷമമാകുകയും അവൾ നിന്നുകൊണ്ട് തന്നെ കരയുകയാണ്. എന്നാൽ അയാൾ പറഞ്ഞ പല അർത്ഥങ്ങൾക്കും അവൾക്കറിയില്ല. കരയുന്നിടയിൽ അവൾ സോറി പറയുകയും ആമിയുടെ കരച്ചിൽ സാൻ കേട്ടതും ഓടി വന്ന് ആമി അവൻ ഒരുപാട് വിഷമിപ്പിച്ചെന്ന് മനസ്സിലാക്കിയ സാന് ആ കൊച്ചിനെ പോലും നിനക്ക് നോക്കാൻ പറ്റിയില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഈ വീട് വിട്ട് ജോലി രാജിവെച്ചേക്ക്. എന്നാൽ അയാൾ അവളോടും സാനോട് ക്ഷമാപണം നടത്തിയെങ്കിലും ഒരു നിമിഷം പോലും സാൻ അയാളുടെ വാക്ക് കേട്ടില്ല. അവിടെ നിന്ന് പോകാനായി പറഞ്ഞു. അപ്പോൾ ആമി സാനോട് ഇത് എൻ്റെ തെറ്റാണ്. സാനും ഇത് നിന്റെ തെറ്റല്ല. ഈ മുറി, ഈ വീട് ഇതെല്ലാം നിന്റേതാണ്. ഇവിടെയുള്ളതെല്ലാം നിനക്ക് സ്വന്തമാണ്. ഇവിടെ ആർക്കും നിന്നോട് ഇങ്ങനെ പറയാനും യാതൊരുവിധ അവകാശമില്ലെന്ന് പറയുന്നു. ഇനി നിന്റെ കാര്യം എല്ലാം ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് ആമിയെ ഉറക്കാനായി സാൻ ഒരു കഥ പറഞ്ഞു കൊടുക്കുന്നു. പിറ്റേന്ന് രാവിലെ മുത്തശ്ശി കാപ്പി കുടിച്ചു കൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും ആമി ഉണർന്ന് അവിടെ എത്തുന്നത്. അപ്പോൾ അവിടെ ഉണ്ടായ പ്ലാന്റ് അവളോട് ദയവായി എന്നെ രക്ഷിക്കൂ എന്ന് ചോദിച്ച് സഹായം അഭ്യർത്ഥിക്കുകയാണ്. കാരണം അവിടുത്തെ സ്റ്റാഫ് ചെടിയെ സംരക്ഷിക്കാനായി വേണ്ടി ഒരുപാട് വെള്ളമൊഴിക്കുന്നത് കൊണ്ട് ഞാൻ ഈ വെള്ളത്തിൽ മുങ്ങി മരിക്കും. അതിനാൽ ആമി വേഗം ഓടി വന്ന് ചെടികൾക്ക് അത്രയും വെള്ളമൊഴിക്കരുത്, ഈ ചെടിക്ക് അധികം വെള്ളം കൊടുക്കണ്ട. മുത്തശ്ശി പറയുന്നുണ്ട്, നോക്ക്, ഇത് എൻ്റെ പ്രിയപ്പെട്ട ചെടികളാണ്. ദിവസം 2 തവണമെങ്കിലും വെള്ളം കൊടുക്കാറുണ്ട്. ഇല്ല, അവർക്ക് അത്രയും വെള്ളം ആവശ്യമില്ല. ധാരാളം വെള്ളം ഒഴിക്കുന്നത് കൊണ്ടാണ് അവൾ എന്നോട് സഹായം ചോദിച്ചതെന്ന് ആമി പറയുമ്പോൾ മുത്തശ്ശി ചിരിക്കാനായി തുടങ്ങി. അപ്പോഴേക്കും ഇതെല്ലാം കണ്ടുവന്ന സാന് ആമിക്ക് ഇവിടുത്തെ സസ്യങ്ങളോട് സംസാരിക്കാൻ കഴിയുമോ എന്ന് ചിന്തിക്കുന്നു. സാൻ വന്നത് ആമിയെ രജിസ്ട്രേഷൻ ഓഫീസിലേക്ക് കൊണ്ടുപോകാനായിട്ടാണ്. ആമിയെ നിയമപരമായി കുടുംബത്തിലെ അംഗമാക്കാനായിട്ട്. അപ്പോൾ അവൾ എൻ്റെ പഴയ ടാറിൻ്റെ കാര്യമോ എന്ന് ചോദിക്കുമ്പോൾ അത് മറന്നേക്ക് എന്നായിരിക്കും സാൻ പറയുക. ശേഷം ആമിയെ കൂട്ടി ഷോപ്പിങ്ങിനൊക്കെ കൊണ്ടുപോകുമ്പോൾ അവിടുത്തെ ജീവനക്കാർ അവളോട് വളരെ സ്നേഹത്തോടെ ആയിരിക്കും സ്വീകരിക്കുക. പക്ഷേ ആമിക്ക് പുറത്തുള്ളവരെ ഭയങ്കര പേടിയാണ്. അതിൽ മനസ്സിലാക്കിയ സാന് വിഷമിക്കേണ്ട, ഇവിടെ ഉള്ളവർ നിന്നോട് വളരെ നന്നായി പെരുമാറും. അതിനുശേഷം അവർ വസ്ത്രങ്ങൾ നോക്കാനായി തുടങ്ങുന്നു. ഡ്രസ്സിൻ്റെ വില കാണുമ്പോൾ ഇത്രയും വലിയ ഡ്രസ്സൊന്നും എനിക്ക് വേണ്ട, എൻ്റെ അച്ഛൻ ഇത്രയും വിലയുള്ള ഡ്രസ്സ് വാങ്ങിത്തരില്ല എന്ന് പറഞ്ഞതും സാൻ പറയുന്നു, നോക്കൂ, ഞാൻ നിന്നോട് അവനെ മറക്കാൻ പറഞ്ഞതല്ലേ, ഇനി ഞാനാണ് നിന്റെ അച്ഛൻ, നിനക്ക് എന്ത് വേണമെങ്കിലും വാങ്ങാം. എന്നിട്ട് സ്റ്റാഫിനോട് എൻ്റെ മോൾക്ക് ഏറ്റവും പുതിയ ഡിസൈൻ വസ്ത്രങ്ങൾ ആമിയുടെ വലുപ്പമനുസരിച്ച് പാക്ക് ചെയ്യാനായിട്ട് ഏൽപ്പിച്ച് ആമിക്ക് ചെരുപ്പും ഷൂവും വാങ്ങുന്നു. അതേസമയം അതേ കടയിൽ ഒരു കുട്ടിയും അച്ഛനും ഡ്രസ്സ് വാങ്ങാനായി വന്നിരിക്കുകയാണ്. വന്നതും ആമി ഇട്ടിരിക്കുന്ന ഷൂ കണ്ട് ആ ഷൂ ഊരി മാറ്റ്, നിന്റെ വസ്ത്രങ്ങൾ എത്ര വൃത്തികേടാണ്. ആമിയെ പരിഹസിച്ച് പറഞ്ഞ് അവളെ തള്ളിയിടുന്നു. ആമിയുടെ ശബ്ദം കേട്ട് സാനുടനെ അവിടെ അടുത്തേക്ക് വരുന്നു. തള്ളിയിട്ടവരോട് സോറി പറയാനായും പറഞ്ഞു. എന്താണ് സംഭവിച്ചെന്ന് ചോദിക്കുമ്പോൾ ആ പെൺകുട്ടി
ആമിയെ ചീത്ത പറഞ്ഞ് നടക്കുമ്പോൾ സാൻ അറിഞ്ഞുകൊണ്ട് തന്നെ കാലിനിടെ കാല് വെച്ച് അവളെ വീഴ്ത്തുകയാണ്. അവളും വീണതും കരയാനായി തുടങ്ങി. അത് കണ്ട അവളുടെ അച്ഛൻ, നിങ്ങൾ എന്താണ് കാണിക്കുന്നത്? ഇവൾ കുട്ടിയല്ലേ, ഒരു കുട്ടിയോട് എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നെന്ന് ചോദിക്കുമ്പോൾ, ഇത്രയും നേരം ഈ കുട്ടികളായിട്ട് വഴക്കിട്ടപ്പോൾ നിങ്ങൾ നോക്കി നിന്നതല്ലേ, തെറ്റാരുടെ ഭാഗത്താണെന്ന് നിങ്ങൾക്ക് നല്ലോണം അറിയാം, എന്നിട്ടും നിങ്ങൾ നോക്കി നിൽക്കുകയായിരുന്നില്ലേ എന്ന് അയാളുടെ വാടിപ്പിച്ചതിനാൽ അയാൾ അയാളുടെ മകളോട് ആമിയോട് ക്ഷമ പറയിപ്പിച്ചിട്ട് പോകുന്നു. അങ്ങനെ പുത്തൻ ഡ്രസ്സെല്ലാം ഇട്ട് സാന്റെ കമ്പനിയിലേക്ക് വരികയാണ്. എത്തിയതും സാന്റെ സെക്രട്ടറി ഓടി വന്ന് കമ്പനിയുടെ ഡാറ്റ ആരെ ചോർത്തിട്ടുണ്ടെന്ന് അത് കേട്ട് ഷോക്കായ സാന് ആമിയെ ഒരിടത്തിരുത്തിയിട്ട് പോവുകയാണ്. അപ്പോൾ അവിടെ ഉണ്ടായ പ്ലാന്റ് ആമിയോട്, നിങ്ങളുടെ അച്ഛൻ്റെ കമ്പനിയിലെ ഡാറ്റ ചോർന്നിരിക്കുകയാണ്, അദ്ദേഹം വളരെ പ്രശ്നത്തിലാണ്, ആമിക്ക് മാത്രമേ ഇപ്പോൾ അച്ഛനെ രക്ഷിക്കാൻ കഴിയൂ, സാന്റെ ഈ കമ്പനിയിൽ ഒരു ശത്രു ഇവിടെ ഉണ്ടെന്ന് ആമിക്ക് മനസ്സിലായി. ഇവിടെ സാന് ഇത്രയും ഉയർന്ന സംരക്ഷണവും ഉയർന്ന സുരക്ഷയും നൽകിയിട്ടും അവരുടെ ഡാറ്റ എങ്ങനെ ചോർന്നു പോകും മനസ്സിലാക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ്. എന്നിരുന്നാലും സാൻ അവൻ്റെ ഒരു സുഹൃത്തിനെ സംശയിക്കാനായി തുടങ്ങി. അതേസമയം ആമി ആ ചെടികൾക്ക് വെള്ളം കൊടുത്തിട്ട് പദ്ധതികളെല്ലാം ചോദിച്ചു തുടങ്ങി. ആരാണ് ഇവിടുത്തെ ഡാറ്റ ചോർത്തിയെന്ന് നിങ്ങൾക്കറിയുമോ? ആമി ആയതുകൊണ്ട് തന്നെ ചെടികൾ എല്ലാം തുറന്നു പറയുന്നു. ഇവിടെ സാൻ ഭയങ്കര ദേഷ്യത്തിലായിരിക്കും. ആ ഹാക്ക് ചെയ്യപ്പെട്ട സിസ്റ്റത്തിലെ എല്ലാ വിവരങ്ങളും എവിടെ നിന്നാണ് ലഭിച്ചതെന്നും ഇപ്പോഴും കണ്ടെത്താനേ കഴിഞ്ഞില്ല. അതിനിടയിൽ ആമി അവിടേക്ക് വന്ന് എന്താണ് സംഭവിച്ചതെന്ന് എനിക്കറിയാമെന്ന് പറയാൻ തുടങ്ങി. ഇവിടെ ആരാണ് മോശമാള്? അസിസ്റ്റന്റ് പറഞ്ഞു. കുഞ്ഞ്, നീ പുറത്തു പോ, ഞാൻ നിനക്ക് ഭക്ഷണങ്ങളെല്ലാം കൊണ്ടുവരാം. പക്ഷെ സാന് അവളെ അടുത്ത് വിളിച്ച് ആരാണ് ഇത് ചെയ്തതെന്ന് അവളോട് പറയാനായി പറഞ്ഞു. ഇതെല്ലാം ചെയ്തത് വൈസ് പ്രസിഡന്റ് അങ്കിൾ ജീനാണ്. ഇത് കേട്ടപ്പോൾ സെക്രട്ടറി പറഞ്ഞു, ഇല്ല, അദ്ദേഹം ഇങ്ങനെയൊന്നും ചെയ്യില്ല. സാറും മിസ് ജീനും സ്കൂൾ കാലം മുതലേ അറിയുന്നവരല്ലേ, അദ്ദേഹം ഇത് ചെയ്യാൻ വഴിയില്ല എന്ന് പറയുന്നു. അതിനാൽ സാന് അവൾക്ക് കുടിക്കാനായി എന്തെങ്കിലും കൊടുക്കാനായിട്ട് സെക്രട്ടറിയെ ഏൽപ്പിച്ചിട്ട് സാൻ സുഹൃത്തായ ജീനെ വിളിക്കുന്നു. ആമിയും ജ്യൂസ് കുടിക്കുമ്പോൾ ചെടി അവൾക്ക് ഒരു സന്ദേശം കൊടുക്കുകയാണ്. ആ ദുഷ്ടൻ ഓഫീസിൽ കയറിയിട്ടുണ്ടെന്ന്. അത് കേട്ട ഉടനെ അവിടേക്ക് അവൾ ഓടി. ഇവിടെ സാൻ ജീനെ വിളിച്ച് വരുത്തുമ്പോൾ പുതിയ പ്രൊജക്റ്റിനെ കുറിച്ചായിരിക്കും സംസാരിക്കുക. സാൻ ഉടനെ, നീയാണോ എൻ്റെ കമ്പനി ഡാറ്റ വിട്ടെന്ന് ചോദിക്കുമ്പോൾ, നമ്മുടെ സൗഹൃദത്തെക്കുറിച്ച് നീ ഒരു ചോദ്യം ഉന്നയിക്കുകയാണോ എന്നും എനിക്കെങ്ങനെ നിന്റെ കമ്പനി വിൽക്കാൻ കഴിയും, അതിൻ്റെ വല്ല തെളിവുണ്ടോ, ഞാനാണോ ചെയ്തെന്നുള്ള വിശ്വാസമുണ്ടെങ്കിൽ നിനക്ക് ലാപ്ടോപ്പ് ചെക്ക് ചെയ്യാനായി പറഞ്ഞതും സാൻ IT വകുപ്പ് മേധാവികളെ വിളിച്ച് അയാളുടെ ലാപ്പ് ചെക്ക് ചെയ്യുന്നു. എന്നാൽ ചെക്ക് ചെയ്തവർക്ക് അതിൽ നിന്ന് ഡാറ്റ പോയതോ ഡാറ്റ എടുത്തതോ ഒന്നും തെളിവായിട്ട് ലഭിക്കുന്നില്ല. അതിലൊരു ഡാറ്റ ചോർന്നിട്ടില്ല. ഇവിടെ ആമി ക്യാബിനിൽ ഒരു കൂട്ടം പുസ്തകങ്ങളും കെട്ടിവെച്ച് ഷെൽഫിനുള്ളിൽ ഹാർഡ് ഡിസ്ക് എടുക്കാനായിട്ട് ട്രൈ ചെയ്യുകയാണ്. ഇവിടെ ജീൻ്റെ ഭാഗത്ത് ഒരു തെളിവും ലഭിക്കാത്ത പക്ഷം ജീന് സാനോട് ദേഷ്യപ്പെടുമ്പോൾ ഇനി തൊട്ട് ആമിയുടെ വാക്കുകൾ വിശ്വസിക്കില്ലെന്നും ഇത്രയും വർഷത്തെ സൗഹൃദം ഈ ഒരു കാര്യം കൊണ്ട് നഷ്ടമായേക്കാം. പക്ഷേ ആമി ഇത്രയും കുറഞ്ഞ സമയത്തിനുള്ളിൽ അവിടെ എത്തി ആ ഹാർഡ് ഡിസ്ക് സാന് കൊടുക്കുന്നു. ആമിയെ കാണുമ്പോൾ ജീൻ ഇത് ആരാണ് എന്ന് ചോദിക്കുമ്പോൾ സാൻ തൻ്റെ മകളാണെന്ന് പറഞ്ഞു. അത് കേട്ട ജീൻ ഞെട്ടി. ആമി ആ ഡിസ്ക് കൊടുത്ത് ഇതിലുണ്ട് എല്ലാ തെളിവെന്ന് പറഞ്ഞ് സാന് കൊടുത്തതും ഇട്ടു നോക്കുമ്പോൾ ഡാറ്റ കൈമാറ്റം ചെയ്തത് ജി ആണെന്ന് തെളിയുന്നു. തെളിവ് സഹിതം ലഭിച്ചതിനാൽ ജീൻ വേറെ വഴിയില്ലാത്തതുകൊണ്ട് തന്നെ ക്യാഷിന് വേണ്ടിയാണ് ഞാനിങ്ങനെ ചെയ്തതെന്ന് സമ്മതിക്കുന്നു. നീ എന്തിനാണ് ഇതെല്ലാം ചെയ്തത്? ക്യാഷിന് വേണ്ടി എൻ്റെ കമ്പനി തന്നെ വിൽക്കണോ? എത്ര വർഷത്തെ വിശ്വാസമാണ് നീ ഒരൊറ്റ നിമിഷം കൊണ്ട് തകർത്തതെന്ന് വിഷമത്തിൽ സാൻ ജീനിനെ പോലീസിൽ ഏൽപ്പിക്കുകയാണ്. അതേസമയം ആമിക്ക് അറിയാം ജീൻ ആർക്കാണ് ആ ഡാറ്റ വിറ്റതെന്ന്. എന്നിട്ട് അയാൾ ആമിയോട് നന്ദി പറയുമ്പോൾ അവൾ നന്ദിയൊന്നും പറയണ്ട, എന്നോടല്ല ഇവിടെയുള്ള മണി പ്ലാന്റിനോടാണ്. കമ്പനിക്കുള്ളിൽ ചെടികൾക്ക് വെള്ളവും വളം നൽകിയാൽ മതി എന്ന് പറഞ്ഞ് സാൻ അവളെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു. ഇവിടെ മുത്തശ്ശിയും അവളുടെ 2 സഹോദരന്മാരും ആമിയെ കാത്തിരിക്കാനായിട്ട് ഒരുപാട് നേരമായി. വീട് മുഴുവൻ അവർ അലങ്കരിച്ചിരിക്കുന്നു. ആമി അവിടേക്ക് വന്നതും കുറേയേറെ ബലൂൺ കണ്ടപ്പോൾ അവൾക്ക് വളരെയധികം സന്തോഷമായി. സാൻ ആമിയെ കമ്പനിയിലേക്ക് കൊണ്ടുപോയതാണെന്ന് മനസ്സിലാവുകയും അവൾ കുട്ടിയാണ്, ഇത്രയും ആൾത്തിരക്കുള്ള ഭാഗത്തേക്ക് ഒന്നും കൊണ്ടുപോകണ്ട, ഇപ്പോൾ അവൾ കുട്ടിയല്ലേ, അവൾ അവളുടെ ബാല്യകാലം ആസ്വദിക്കണം എന്ന് പറഞ്ഞ് അവർ ഒരുമിച്ച് ആമിയെ സ്വാഗതം ചെയ്യുന്ന പാർട്ടി സംഘടിപ്പിച്ചു. ഇവിടെ സാന്റെ അനിയനാണെങ്കിൽ കാൽമുട്ടിനുള്ള മികച്ച ഡോക്ടറെ അന്വേഷിക്കുകയായിരിക്കും. ശേഷം എല്ലാവരുമായും ആമി ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നു. അപ്പോഴേക്കും ലൂ അവിടെ എത്തുകയും ലൂന് മറ്റുള്ളവരെ പോലെ ഓടിച്ചാടി നടക്കാൻ പറ്റാത്തതിന്റെ വിഷമം ലൂന്റെ മുഖത്ത് നല്ല രീതിയിൽ ആമിക്ക് മനസ്സിലാവുകയും എന്നിരുന്നാലും ഒരു പുഞ്ചിരിയോടെയാണ് അവിടെ എല്ലാവർക്കും മുന്നിൽ ലൂ ഇരിക്കുക. അവിടെ അയാൾക്ക് തന്റെ ദുഃഖമായ മുഖം ആരോടും കാണിക്കേണ്ടി വന്നില്ല. സോ ലൂന് എന്തോ വിഷമം ഉണ്ടെന്ന് മനസ്സിലാക്കി ആമി ലൂന്റെ അടുത്തേക്ക് വരികയും അത് സോപ്പ് കൊടുക്കാൻ വേണ്ടി. പക്ഷേ അവിടെ സോപ്പ് അബദ്ധത്തിൽ ലൂന്റെ മേൽ തെറിച്ചു. തുടച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ആമി ലൂന്റെ കാല് തൊടുകയും എന്തോ ശക്തി കാരണം ലൂന്റെ കാല് ഓക്കെ ആവുന്നു. പെട്ടെന്ന് തളർന്നിരുന്ന കാലൊക്കെ ആയ ചൂട് വീണതറിഞ്ഞ ലൂ പെട്ടെന്ന് എഴുന്നേക്കുന്നു. ലൂ സ്വന്തം കാലിൽ നിൽക്കുന്നത് കണ്ട് എല്ലാവരും അത്ഭുതപ്പെട്ടു. സാൻ തന്നെ ഷോക്കായി. കാരണം എത്രയൊക്കെ ഡോക്ടറെ കണ്ടിട്ടും ശരിയാവാത്ത ലൂന്റെ കാല് എന്ത് മന്ത്രം കൊണ്ടാണ് ഇങ്ങനെ ആയെന്നുള്ളത് ലൂനാണെങ്കിൽ ഒട്ടും വിശ്വസിക്കാനേ പറ്റുന്നില്ല. ആമി തൊട്ടതുമാണ് തനിക്ക് ചൂടറിഞ്ഞെന്ന് പറഞ്ഞ് ആമിക്ക് വിലയേറിയ മാല
അവൻ സമ്മാനമായിട്ട് നൽകുന്നു. ആമി പറഞ്ഞു, എനിക്ക് ഇത്ര വിലയേറിയ മാലൊന്നും വാങ്ങാൻ കഴിയില്ല, ഇവിടുത്തെ എല്ലാ സാധനങ്ങളും നിനക്കാണെന്ന് ലോ പറയുന്നു. ശേഷം മുത്തശ്ശി ആമിയെ അവിടെ വെച്ച് അല്പം പോലും ശല്യപ്പെടുത്തരുത്, ആമിയെ നന്നായി നോക്കണമെന്ന് രണ്ട് സഹോദരന്മാരോട് പറയുമ്പോൾ തീർച്ചയായും മുത്തശ്ശി, ആമി ഞങ്ങളുടെ സഹോദരിയാണ്, ഞങ്ങൾ അവയുടെ പൂർണ്ണമായി സംരക്ഷിക്കും. ശേഷം അവർ പുറത്ത് കളിക്കുമ്പോൾ അവിടേക്ക് അന്ന് കടയിൽ പ്രശ്നമുണ്ടാക്കിയ ആ കുട്ടിയും അവിടെ കസിനുമായി അവിടേക്ക് വന്ന് ഇവളാണ് എന്നെ അന്ന് ബുള്ളി ചെയ്തെന്ന് പറഞ്ഞ് ആ വലിയ കുട്ടികൾ 3 പേരെയും തള്ളിയിടുന്നു. അത് കണ്ടുവന്ന സാന് അവരോട് ദേഷ്യപ്പെടുമ്പോൾ അവിടേക്ക് ആ പെൺകുട്ടിയുടെ അച്ഛന് വരുന്നു. നിങ്ങളുടെ മകളെക്കുറിച്ച് എങ്കിലും മര്യാദ പഠിക്കി, അല്ലെങ്കിൽ അച്ചടക്കം പഠിപ്പിക്കി, അവൾ വലുതാകുമ്പോൾ അവൾ കൊള്ളയടിക്കപ്പെടും എന്ന് പറഞ്ഞതും അയാൾ സാനോട് ക്ഷമ പറഞ്ഞിട്ട് പോകുന്നു. ആ കള്ളിക്കൊച്ചാണെങ്കിൽ അവളെ ഉപദ്രവിച്ചതുപോലെ അമ്മയോട് കുറച്ച് പേര് എന്നെ ബുള്ളി ചെയ്തു. അത് ചോദിക്കാൻ പോയപ്പോൾ അവളുടെ ചേട്ടന്മാരും അച്ഛനും എന്നെ ചീത്ത പറഞ്ഞു. അത് കേട്ട അമ്മയ്ക്ക് ദേഷ്യം വരികയും ആമിക്ക് ഒരു പണി കൊടുക്കാൻ വേണ്ടി അമ്മ അവളുടെ ചെവിയിൽ എന്തോ പ്ലാൻ പറഞ്ഞു കൊടുക്കുന്നു. മറുവശത്ത് മുത്തശ്ശിക്ക് ഇതൊക്കെ സംഭവിച്ച കാര്യം കേൾക്കുമ്പോൾ ദേഷ്യം വരികയും ആർക്കും ഇവിടെ പൂന്തോട്ടത്തിൽ വന്ന് ഇവിടുത്തെ കുട്ടികളെ വിലക്കാൻ ഇത്രയും ധൈര്യമോ എന്ന് പറഞ്ഞ് ആമിയെ വിളിച്ചിരുത്തി. ഇനി മുതൽ ഇവിടെ ആരും നിന്നെ ഉപദ്രവിക്കാനോ ശല്യപ്പെടുത്താനോ വരില്ല, അവളുടെ കാര്യം എല്ലാം പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഉറപ്പു നൽകി. എന്റെ കൊച്ചുമകളെ ഇനി ആരും ശല്യപ്പെടുത്താൻ വരില്ലെന്ന് മുത്തശ്ശി ആമിക്ക് ഉറപ്പു നൽകി. അടുത്ത ദിവസം സാൻ ആമിയെ സുന്ദരിയായ ഒരു രാജകുമാരിയാക്കി മാറ്റുന്നു. അവർ ആമിയുടെ 1ാം പിറന്നാൾ അവിടെയായിരിക്കും ആഘോഷിക്കുക. പക്ഷേ ആമിക്ക് ഇപ്പോൾ വയസ്സ് 5 പറയുമ്പോൾ സാൻ എല്ലാ മാസം നിന്റെ പിറന്നാൾ ഞങ്ങൾ ഇവിടെ ആഘോഷിക്കും എന്ന് പറഞ്ഞ് അവൾ ആഗ്രഹിച്ച കേക്ക് വാങ്ങിച്ച് മുറിക്കുകയാണ്. അതിനിടയിൽ കുട്ടികൾ പുറത്തുപോയി കളിക്കാൻ തുടങ്ങി. അപ്പോൾ അവിടേക്ക് ആ പെൺകുട്ടിയും അമ്മയും വന്ന് ആ പാവം പെൺകുട്ടി ഒറ്റയ്ക്ക് കളിക്കുന്നു. അവളുടെ കൂടെ കുറച്ച് കളിക്കി. അവൾ ഉദ്ദേശിച്ചത് പ്ലാനിന് പുറത്തായിരിക്കും അമ്മ പറഞ്ഞത് എന്നാണ്. ശേഷം അവൾ പതുക്കെ ആമിയെ സമീപിക്കാനായി തുടങ്ങുമ്പോൾ ആമി അവിടെ മീനുകൾക്ക് തീറ്റ കൊടുക്കുകയായിരിക്കും. അപ്പോൾ മീന് ആമിക്ക് മുന്നറിയിപ്പ് നൽകി, നിന്നെ ആരോ തള്ളിയിടാനായിട്ട് വരുന്നുണ്ടെന്ന്. അതോടെ ആമി പേടിച്ച് പെട്ടെന്ന് മാറി നിൽക്കുമ്പോൾ അവളായിരിക്കും ഓടി വെള്ളത്തിൽ വീഴുക. വേഗം ഓടി വന്ന അമ്മ ആമിയെ ചീത്ത പറയുന്നു. നീയുമായി നല്ല ബന്ധം സ്ഥാപിക്കാൻ വേണ്ടിയാണ് എൻ്റെ മകൾ ഇവിടെ വന്നത്, അല്ലാതെ വെള്ളത്തിൽ തള്ളിയിടാനായിട്ടല്ല. എന്നാൽ അവർ മാമി അവളെ തള്ളിയിട്ടതായിട്ടായിരിക്കും കുറ്റപ്പെടുത്തുമ്പോൾ അവൾക്ക് ഒരുപാട് സങ്കടമാവുകയും അപ്പോൾ കൂട്ടത്തിലൊരാൾ അവിടേക്ക് എത്തി പ്രശ്നം ചോദിക്കുമ്പോൾ വൈസ് നിവാസിയുടെ ഭാര്യയാണെന്ന് അയാൾ തിരിച്ചറിയുകയും മേഡം എന്താണ് പ്രശ്നം എന്ന് ചോദിക്കുന്നു. ഈ കുട്ടി എൻ്റെ മകളെ മനഃപൂർവ്വം വെള്ളത്തിലേക്ക് തള്ളിയിട്ടു. അപ്പോൾ ആമി പറയുന്നു, അങ്കിൾ ദയവായി എന്നെ വിശ്വസിക്കൂ, ഞാൻ ഇവളെ ഒന്നും തള്ളിയിട്ടിട്ടില്ല. അപ്പോഴേക്കും അവിടേക്ക് സാൻ വന്നതും ആമിയോട്, നീ പേടിക്കണ്ട, ഞാനിപ്പോൾ വന്നില്ലേ, ഞാൻ നിന്നെ സംരക്ഷിക്കാനായിട്ടാണ്. അത് കേട്ട അവളുടെ അമ്മ, നിങ്ങൾ നിങ്ങളുടെ മകളുടെ പക്ഷം പിടിക്കാതെ എന്തിനാണ് അവളെ ഹെൽപ്പ് ചെയ്യുന്നത്? ഇവൾ എൻ്റെ മകളെ മുക്കിക്കൊല്ലാനായിട്ടാണ് ശ്രമിച്ചെന്ന് പറയുമ്പോൾ അതിന് വല്ല തെളിവുണ്ടോ? അവളുടെ ഡ്രസ്സ് മുഴുവൻ ഇവിടെ നനഞ്ഞിരിക്കുന്നത് കണ്ടില്ലേ, ഞാൻ തന്നെ എൻ്റെ മകളെ വെള്ളത്തിൽ തള്ളിയിടോ? ആമി അവളെ തള്ളിയിട്ടാണെന്ന് പറഞ്ഞതും അയാൾ അവരുടെ വാടിപ്പിച്ച്, ഇത് ആദ്യമായിട്ടല്ല, പക്ഷെ ഇത് പലതവണ സംഭവിച്ചിട്ടുണ്ട്, അവൾ ആമിയെ മനഃപൂർവ്വം ലക്ഷ്യം വെക്കുന്നതാണെന്ന്. തെളിവില്ലാതെ നിങ്ങൾ ആമിക്കെതിരെ വിരൽ ചൂണ്ടാൻ കഴിയില്ല. തെളിവുകൾ കള്ളമാണ്. തെളിഞ്ഞാൽ നിങ്ങളെ ഇനി ഈ നഗരത്തിൽ മുഴുവൻ ഞാൻ ഇല്ലാതാക്കും. അതിനിടയിൽ മുത്തശ്ശിയും വിളിച്ചു പറയുന്നുണ്ട്, നമ്മുടെ വീട്ടുകാർ നിന്നെ ജീവനോടില്ലുമെന്ന് നിനക്ക് എങ്ങനെ ധൈര്യം വന്നു ഇവിടെ വരാൻ? എൻ്റെ കൊച്ചുമകളെ കുറ്റപ്പെടുത്താൻ സെക്രട്ടറിയോട് പോയി ഈ സ്ഥലത്തെ CCTV ദൃശ്യങ്ങൾ കൊണ്ടുവരാനായി പറഞ്ഞ് ആരാണ് ഇവിടെ കള്ളം പറയുന്നതെന്ന് നമുക്ക് കാണണം. എന്നാൽ അവർക്ക് ഒരുപാട് ആത്മവിശ്വാസമുണ്ട്, കാരണം അവിടെ ക്യാമറകൾ ഇല്ലാത്തതിനാൽ. എന്നാൽ അവിടെ ക്യാമറകൾ മറിഞ്ഞിരുന്ന് സ്ഥാപിച്ചിട്ടുണ്ട്, അതവർക്കറിയില്ലല്ലോ. അതിനുശേഷം ഇവിടുത്തെ സെക്യൂരിറ്റി ആ CCTV ദൃശ്യങ്ങൾ നോക്കുമ്പോൾ ആമിയെ അവൾ തള്ളിയിടുന്ന ശ്രമിച്ചപ്പോൾ ആമി മാറി നിന്നു. അതുകൊണ്ടാണ് അവൾ വെള്ളത്തിൽ വീണത്. തെറ്റ് മുഴുവൻ ആ കുട്ടിയുടെ മേലിട്ടിട്ടും അവളുടെ അമ്മ ആമിയുടെ തലയിൽ തന്നെയാണ് ഇടുക. എല്ലാവരും അവരോട് ആമിയോട് ക്ഷമ പറയാനായി പറഞ്ഞു. അടുത്ത തവണ ഇത് സംഭവിച്ചാൽ ഞാൻ ഇവിടെയും എല്ലായ്പ്പോഴും കർശന നടപടി സ്വീകരിക്കുമെന്ന് അവരെ ഓർമ്മിപ്പിക്കുകയാണ്. ശേഷം അവിടുത്തെ സെക്രട്ടറിയുടെ മോശപ്പെരുമാറ്റത്തിന് അവർ ക്ഷമ ചോദിക്കുകയായിരുന്നു. മുത്തശ്ശി അവനോട്, നീ ഒരു മണ്ടനാണ്, ഇവിടുത്തെ ആളുകളെ വിലയിരുത്തുമ്പോൾ പണം കൊടുത്തിട്ടാണ് നിങ്ങൾ അവരെ വിധിക്കുന്നത്, എങ്കിൽ നീയും ഇവിടെ ശിക്ഷിക്കപ്പെടണം, നീ പുറത്തു പോകുന്നതിൽ തെറ്റില്ല. സോ സാൻ അയാളെ ജോലിയിൽ നിന്ന് പുറത്താക്കുന്നു. ശേഷം സാന് ഒരു കോഡ് വരികയാണ്. കമ്പനിയിൽ നിന്ന് ഇവിടെ റോബോട്ടിക് പ്രവർത്തനങ്ങൾ എങ്ങനെ നിർവഹിക്കണമെന്ന് ചർച്ചകൾ നടക്കുന്നുണ്ട്. ഒരു പക്ഷേ അവരുടെ എതിരാളി കമ്പനിയും ഇതേ പ്രൊഡക്റ്റിൽ പ്രവർത്തിക്കുമുണ്ടാകാം. അതുകൊണ്ടാണ് കമ്പനിയിൽ അവരുടെ പ്രൊജക്റ്റിന് ദോഷകരമായ ഫലങ്ങൾ ഉണ്ടാകാം. അതിനാൽ ഖനി തൊഴിലാളികൾ ഉടൻ തന്നെ അവിടെ ഒരു അടിയന്തര സംവരണം വിളിക്കണം. അതിനാൽ ഓഫീസ് ക്യാമ്പിലേക്ക് പോകാനായി പോകുന്നു. വീട്ടിലാണ് സാൻ വർക്ക് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കിയ ആമി ജോലി ചെയ്യുന്നിടത്ത് പഴങ്ങളെല്ലാം മുറിച്ചു കൊണ്ടുപോകുന്നു. പിറ്റേ ദിവസം അമ്യൂസ്മെന്റ് പാർക്കിലേക്ക് പോവുകയാണ്. ആമിക്ക് അതൊരു പുതിയ കാഴ്ചയാണ്. അവൾ ഇങ്ങനെയുള്ള പാർക്കിൽ ആദ്യമായിട്ടാണ് കാണുന്നത്. എന്നാൽ അതിൻ്റെ ഇടയിൽ 2 തട്ടിക്കൊണ്ടുപോകുന്നവരെ കാണുന്നു. തട്ടിക്കൊണ്ടു പോകുന്നവർ അവരുടെ ബോസിനെ വിളിച്ച് 3 കുട്ടികളുണ്ട്, ആരാണ് അവർ തട്ടിക്കൊണ്ടു പോകേണ്ടതെന്ന് ചോദിക്കുന്നു. അവരുടെ ബോസ് പറയുന്നത് ആരെങ്കിലും കൊണ്ടുവരാനായിട്ടാണ്, പക്ഷേ അവരെ ജീവനോട് കൊണ്ടുവന്നാൽ മതി.
എന്നാൽ എന്തോ ഭാഗ്യം കൊണ്ട് സാൻ അവിടേക്ക് എത്തുന്നു. അതിനാൽ തട്ടിക്കൊണ്ടു പോകുന്നവരുടെ പ്ലാനും വേസ്റ്റായി. എന്നാൽ ഇതെല്ലാം അവരുടെ ബോസിനോട് പറയുമ്പോൾ ഇതവർ കെട്ടിച്ചമച്ച കഥകളാണെന്ന് കരുതുകയാണ്. ശേഷം ലൂവും ആമിയും ലേലം വിളിക്കുന്ന ഇടത്ത് വന്നിരിക്കുകയാണ്. ലൂ ലക്ഷക്കണക്കിന് വിലയുള്ള ഒരു സാധനം എടുക്കാൻ പോകുമ്പോൾ ആമി അത് തടഞ്ഞ് ആ പ്ലേറ്റിന് ചുറ്റും കറുത്ത ഊർജ്ജമാണ് കാണുന്നത്. മുത്തശ്ശിക്ക് അത് ഒട്ടും ഇഷ്ടപ്പെടില്ല. സോ ലൂ വാങ്ങുന്നില്ല. കൂട്ടത്തിൽ ആ ബോസും ഉണ്ടായിരിക്കും. അയാൾക്ക് കാര്യം മനസ്സിലാവുകയും ശേഷം അവർ ലേലത്തിൽ കുറേയേറെ സാധനങ്ങൾ കൊണ്ടുവന്ന് വെച്ചു. അതിൽ ഒരെണ്ണത്തിനുള്ളിൽ സ്വർണ്ണക്കട്ടയുണ്ടെന്ന് ആമിക്ക് അറിയുകയും അതിനാൽ ആമി ലൂനോട് അത് വാങ്ങാനായി ആവശ്യപ്പെട്ടു. അപ്പോൾ അയാൾ ലൂനെ കളിയാക്കുകയാണ്. നീ ഈ കുട്ടിയുടെ വാക്കുകൾ കേട്ട് കുഴി ചാടരുതെന്ന്. എന്നാൽ അവന് ആമിയിൽ പൂർണ്ണ വിശ്വാസമുണ്ട്. പക്ഷേ ആ സാധനം എത്ര വിലപിടിപ്പതാണെന്ന് ആമിക്കറിയായിരുന്നു. അതുകൊണ്ട് അവൾ ലൂനോട് അത് വാങ്ങാനായി ആവശ്യപ്പെട്ടു. അങ്ങനെ ആമിയുടെ അഭിപ്രായ പ്രകാരം വാങ്ങിയ സാധനത്തിന് അപൂർവമായ ഒരു മൂല്യമുണ്ടായിരുന്നു. അതറിഞ്ഞ് അയാൾക്ക് ദേഷ്യം വരികയാണ്. ഇതെങ്ങനെ സാധ്യമായെന്ന് അയാൾ ചിന്തിക്കുന്നു. അങ്ങനെ കിട്ടിയ സാധനങ്ങളുമായി വീട്ടിലെത്തുമ്പോൾ ആമി ആദ്യമായിട്ടാണ് ഇവിടെ ലേലത്തിന് പോയതെന്ന്. പക്ഷേ ആമിക്ക് സ്വർണ്ണ കണ്ണുകൾ ഉള്ളതായി തോന്നുന്നു. കാരണം അവിടെയുള്ള വസ്തുക്കളുടെ വില എന്താണെന്ന് അവൾക്കറിയാം. അപ്പോൾ അവിടേക്ക് 3 വർഷത്തേക്ക് ട്രെയിനിങ് കഴിഞ്ഞ മുത്തശ്ശിയുടെ മറ്റൊരു മകൻ വരികയാണ്. അദ്ദേഹത്തിന്റെ ജോലി ചുവന്ന ഇനങ്ങളെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് അവയിൽ പരീക്ഷണം നടത്തുക എന്നതാണ്. അന്ന് രാത്രി ആമി ആ ചുവന്ന ചെടിയുമായി സംസാരിക്കുകയുണ്ടായി. ആ ചെടിക്ക് വളരെയധികം ദാഹിക്കുന്നു. അതിനാൽ അവൾ ആ ചെടിക്ക് കുറച്ച് വെള്ളം കൊടുക്കുകയാണ്. സത്യത്തിൽ അതൊരു അപൂർവ ഇനത്തിൽപ്പെട്ട സസ്യമാണ്. ഒരു സാധാരണ പ്ലാന്റ് പോലെ കൈകാര്യം ചെയ്യാൻ കഴിയില്ല. എന്നിരുന്നാലും ആമി ആ ചെടിക്ക് വെള്ളം ഒഴിച്ചതും അന്നേരം അയാൾ വന്ന് അവരെ അവിടെ നിന്ന് പുറത്താക്കുന്നു. അയാൾ അവരെ ചീത്ത പറയുന്നത് കേട്ട് വന്ന സാന് എന്ത് സംഭവിച്ചാൽ എന്താ, അത് വിട്ടേക്കെന്ന് പറയുന്നു. എന്നാൽ തന്റെ ജീവിതത്തിൽ 3 വർഷം ഈ ചെടിയെക്കുറിച്ച് പരീക്ഷണം നടത്തുന്നതിനോട് തന്നെ നിരന്തരം പ്രഷറും കാര്യങ്ങളും ഉള്ളതിനാൽ അവൾ ഈ ചെടി വെള്ളം ഒഴിച്ചുകൊണ്ട് ദേഷ്യം വന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നാലെ നോക്കൂ, ആ ചെടി വളരുകയാണെന്ന് ടാബു പറയുമ്പോൾ ആ ചെടി പൂക്കാൻ തുടങ്ങുന്നു. അത് കാണുമ്പോൾ അയാൾ തന്നെ ഷോക്കായി. ആമി പറഞ്ഞത് കറക്റ്റാണ്. ചെടികൾക്ക് വെള്ളം തന്നെ ആവശ്യമാണെന്ന് അയാൾക്ക് മനസ്സിലായി. അങ്ങനെ ഒരാഴ്ചക്കുള്ളിൽ സാനിന് ഒരു കോള് വരുന്നു. കമ്പനിയിൽ നിന്ന് മോഷ്ടിച്ചതിന്റെ എല്ലാം തെളിവുകൾ ശേഖരിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് പോലീസിനെ വിളിച്ച് അവരെ കൈമാറാം. അതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്താനായിട്ട് സാൻ പറയുന്നു. ശേഷം ഇവിടെ മുത്തശ്ശിയുടെ പിറന്നാൾ പാർട്ടി കാണുകയാണ്. എല്ലാവരും എത്തിയിട്ടുണ്ട്. പക്ഷേ സ്വാഗതം ചെയ്യപ്പെടാത്ത 3 പേരുണ്ട്. അതായത് ആ കുട്ടിയുടെ അമ്മയും അച്ഛനും. അവർ വന്നത് വല്ല പ്രശ്നമുണ്ടാക്കാനാണോ എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾ ഇവിടെ വന്നത് നിങ്ങളുടെ ജന്മദിനം ആഘോഷിക്കാനും വളരെ സ്നേഹത്തോടെ ഇരിക്കാനും വേണ്ടിയാണ് എന്നവർ പറയുന്നു. അതിനിടയിൽ ആമിയും അവളുടെ 2 സഹോദരന്മാരും മുത്തശ്ശിക്ക് വേണ്ടിയുള്ള ഒരുപാട് സമ്മാനങ്ങൾ കൊടുക്കുകയാണ്. അങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ എല്ലാവരും അവരെ സ്വാഗതം ചെയ്യുകയാണ്. ശേഷം ആമിയെ കൂട്ടി സാൻ പുറത്തേക്ക് പോവുകയാണ്. അതും മുത്തശ്ശിക്ക് ഗിഫ്റ്റ് വാങ്ങാനായിട്ട്. എന്നാൽ സാന്റെ വണ്ടിക്ക് പിന്നാലെ ആ 2 ഗുണ്ടകൾ ഫോളോ ചെയ്ത് വന്നിട്ടുണ്ടാകും. ആമിയെ ഒറ്റയ്ക്ക് കിട്ടിയ അവസരത്തിൽ അവർ തട്ടിക്കൊണ്ടു പോകാനായി ശ്രമിക്കുമ്പോൾ കറക്റ്റ് ടൈമിൽ സാൻ വന്നതും ആ 2 ഗുണ്ടകളെ പിടികൂടി. ഇതിന് പിന്നിൽ ഇവരായിരിക്കും. ഇവർ ആ കുട്ടിയെക്കുറിച്ച് ഒരു വിവരമില്ലല്ലോ എന്ന് പറഞ്ഞ് അവളെ തട്ടിക്കൊണ്ടു പോകാനായിട്ട് പ്ലാൻ ഇട്ടതും ഇവരായിരിക്കും. അവൾ എന്തായാലും മരിച്ചു കാണും അല്ലേ എന്ന് പറഞ്ഞ് സന്തോഷിച്ചു നിൽക്കവേ സാനും ആമിയെ കൂട്ടി അവിടേക്ക് വന്ന് മുത്തശ്ശിക്ക് ഗിഫ്റ്റ് കൊടുക്കുന്നു. ആമിയെ ജീവനോടെ കണ്ടവർ ഷോക്കായി. അവർ എന്തിനാണ് ഇവിടെ വന്നതെന്ന് സാന് മനസ്സിലാക്കുകയും ആമിയെ കിഡ്നാപ്പ് ചെയ്യാൻ പിന്നിൽ നിന്നവരെ പോലീസിൽ ഏൽപ്പിക്കുന്നു. അങ്ങനെ എല്ലാ പ്രശ്നം ഒഴിഞ്ഞു മാറിയതും മുത്തശ്ശിക്ക് ചെറിയൊരു തളർച്ച വന്ന് വീഴുന്നു. എത്ര പേരൊക്കെ വിളിച്ചിട്ടും മുത്തശ്ശി എഴുന്നേൽക്കുന്നില്ല. പെട്ടെന്ന് ആമിയിൽ നിന്ന് ഒരു പവർ മുത്തശ്ശിയുടെ ശരീരത്തിലേക്ക് കയറുന്നു. മുത്തശ്ശി കണ്ണു തുറന്ന് നോക്കുമ്പോൾ എല്ലാവരും ചുറ്റും പേടിയോടെ നിൽക്കുന്നതാണ് മുത്തശ്ശി കാണുന്നത്. എന്നാൽ മുത്തശ്ശിക്ക് എന്താണ് സംഭവിച്ചതെന്ന് മുത്തശ്ശിക്ക് ഓർമ്മില്ല. ഡോക്ടർ വന്ന് ചെക്ക് ചെയ്യുമ്പോഴാണ് മുത്തശ്ശിയുടെ ഹെൽത്ത് ഇപ്പോൾ 10 വയസ്സുള്ള കൊച്ചിനെ പോലെ ആയെന്ന് കേൾക്കുന്നത്. അങ്ങനെ ഈ ഒരു ഹാപ്പി എൻഡിൽ ഈ ഡ്രാമ അവസാനിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ.